ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 കിലോ റൈസ് വെച്ചിട്ടുള്ള മന്തിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. യൂട്യൂബ് മൊത്തം തപ്പി വീഡിയോസ് ഇരുന്ന് കണ്ട് നമ്മൾ പഠിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 4 മാഗി ക്യൂബും പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലും അതിലോട്ട് ചേർത്തിട്ട് ഈ മാഗി ക്യൂബ് നന്നായി കൈകൊണ്ട് ഉടച്ച് ഈ ഓയിലിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വെച്ച ഓയിലിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കും ഒരു ചെറിയൊരു ഉള്ളി കട്ട് ചെയ്തതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് അവസാനം കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളകും പിന്നെ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ഇതിലിട്ട് കൊടുക്കണം. 1 സ്പൂണ് ചെറിയ ജീരകവും പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഓൾ സ്പൈസസ് ആയിട്ടുള്ള നമ്മുടെ പട്ട, കറാമ്പൂ, ഏലക്കായ അങ്ങനത്തെ കുറച്ച് മിക്സുകളും പിന്നെ നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള മന്തി മസാലയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിക്കൻ കുറച്ച് കളർഫുള്ളായിട്ട് ഇരിക്കട്ടെ വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ ചിക്കന് വല്ലാത്തൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളറും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലാണല്ലോ ആ കളർഫുള്ളായിട്ടുള്ള മന്തിയും കാര്യമൊക്കെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ എക്സ്ട്രാ ഉപ്പും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാഗി ക്യൂബിൽ നല്ലോണം ഉപ്പുണ്ടാവും, അതുകൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചിക്കന് നന്നായി വരഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് അടുക്കി പെറുക്കി വെക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് തീ കത്തിച്ചിട്ട് നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത്രയും ഓയിൽ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ ഓയിലിൽ നിന്ന് നമ്മൾ കുറച്ച് മുക്കിയിട്ട് നമ്മൾ റൈസിൻ്റെ ടോപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ച് മുക്കിയെടുക്കും. അപ്പോൾ കുറച്ചധികം ഓയിൽ ഇങ്ങനെ കാണുന്നതുകൊണ്ട് നിങ്ങൾ എത്രമാതിരി ഓയിലാണെന്നൊന്നും വിചാരിച്ച് ബേജാറാവണ്ട. അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ട് ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ചിക്കൻ ഒക്കെ ഒന്ന് പരത്തി റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഇവിടെ കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് റൈസിനുള്ള പരിപാടികൾ നോക്കാം. റൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വയ്ക്കുക. അതിലോട്ട് ഒരു മാഗി ക്യൂബും ഓൾ സ്പൈസസ് ആയിട്ടുള്ള കുറച്ച് പട്ട, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 മുറി ചെറുനാരങ്ങേൻ്റെ നീരും കുരുവിടരുതിട്ട്. കുരുവിട്ടാൽ റൈസ് നന്നായിട്ട് കഴിക്കും. അപ്പോൾ കുരുവില്ലാത്ത കുറച്ച് ലെമണിൻ്റെ ജ്യൂസും പിന്നെ ഇത്തിരി സൺഫ്ലവർ ഓയിലും അരിയാൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇതാട്ടാ ഏകദേശം വെന്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളെ മന്തിക്കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ മണമില്ലേ, ആ ഒരു സ്മെല്ലടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ആ മന്തി മസാലേൻ്റെ പൊടി ചേർത്തുകൊണ്ടാണ് തോന്നുന്നത് ഇത്ര സ്മെല്ല്. പിന്നെ അതിന് കുറച്ച് നമ്മൾ ഓയിൽ മുക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ റൈസിൻ്റെ ടോപ്പിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ തിള വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴുകി വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് ഒരു തുള്ളി ഉപ്പും ചേർത്തിട്ട് അപ്പോൾ റൈസിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം വേവായിട്ടുണ്ടെങ്കിൽ റൈസ് ഒന്ന് വളഞ്ഞു വരുന്ന പരിവാകുമ്പോൾ നമ്മൾ ഊറ്റി വയ്ക്കുക. ഇതിൻ്റെ കൂടെ മയോണൈസും കൂടെ ഉണ്ടെങ്കിലാണല്ലോ ഒരു ഗുമ്മുണ്ടാവുക. അപ്പോൾ നമുക്ക് മയോണൈസും ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് 2 കോഴിമുട്ടേൻ്റെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 4 വെളുത്തുള്ളിയും ഒരു തുള്ളി ഉപ്പും പിന്നെ ചെറുനാരങ്ങേൻ്റെ നീരും സൺഫ്ലവർ ഓയിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കട്ടിയാവുന്നത് വരെ നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ ദാ മയോണൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ അടുത്ത കലാപരിപാടിയാണ് ദം ചെയ്തെടുക്കൽ. അപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറേ നമ്മുടെ പരീക്ഷണം ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പം തന്നെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ റൈസ് ഇട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കളർഫുള്ളാവട്ടെ മന്തി വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതുണ്ടായിരുന്നു, ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് അതും പിന്നെ ഒരു കുറച്ച് റെഡ് ഫുഡ് കളറും മിക്സ് ചെയ്ത് വെച്ചത് അതും അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒരു 4 പച്ചമുളക് മുകളിലിങ്ങനെ കുത്തി വയ്ക്കുക. പിന്നെ നേരത്തെ നമ്മൾ മുക്കി വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് മുക്കി വെച്ചിട്ടുള്ള ഓയിലില്ലേ അതും മുകളിൽ ചേർത്തിട്ട് നമ്മളെ ഗാർണിഷ് പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കുക. ഇനി കഴിക്കാൻ നേരത്ത് ഇത് തുറക്കുക, ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.